എല്ലാവർക്കും നമസ്കാരം. SCK സന്ധ്യ വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കൃഷിയിടത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് പാവയ്ക്കയുണ്ട് കേട്ടോ. പാവയ്ക്കയുണ്ട്. ഇപ്പോൾ പടവലങ്ങ എടുത്തു. ധാരാളം പാവയ്ക്ക കിടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഈ തെങ്ങിൻ തൈകളിലാണ് ഇത് പടർത്തിയിരിക്കുന്നതെന്ന്. ആ പാവയ്ക്ക പറിച്ചു കേട്ടോ. ആ പാവയ്ക്ക കണ്ടോ, പാവയ്ക്ക നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ്. പാവയ്ക്ക അത് ഇവിടെയൊക്കെ ധാരാളം പാവയ്ക്കയുണ്ടേ. ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ വച്ചിരിക്കുന്ന പയറൊക്കെ നമുക്ക് കിള്ളുവാൻ പാകത്തിനുള്ളതായിട്ടുണ്ട്. എന്തായാലും ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും ഏകദേശം എല്ലാ തെങ്ങിൻ്റെ ചുവടിലും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. നമ്മുടെ മാങ്ങ ഏകദേശം ഈ കൊച്ചു മാവേലാണ് ഈ മാങ്ങ ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ഇത് വച്ചിട്ട് ഏകദേശം ഒരു 7 മാസം അങ്ങനെ ആയിട്ടുണ്ടാവുള്ളൂ. അതിന് വെയിറ്റ് കൊണ്ട് നമ്മളൊരു താങ്ങ് പതുക്കെ വച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വച്ചിരിക്കുന്ന മുള്ളൻ വെള്ളരിക്കയാണ് കേട്ടോ. എന്ത് ചെടി വച്ചാലും അതിൻ്റെ തടത്തേൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേറെ കൃഷിയും കൂടെ നമ്മൾ ചെയ്യും. ഇവിടെ പേരയാണ്, പേരയ്ക്കയുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നമ്മൾ വച്ചിരിക്കുന്ന മത്തനാണ്. ഇവിടെയൊക്കെ പാവയ്ക്കയാണ് കേട്ടോ. ഈ തെങ്ങിൻ്റെ ചോട്ടിൽ പാവലുണ്ട്. തക്കാളിയൊക്കെ നമുക്ക് തക്കാളിയൊക്കെ ഇതിൽ തക്കാളിയുണ്ട് കേട്ടോ. അതവിടെയും പാവയ്ക്ക കിടക്കുന്നുണ്ട് കേട്ടോ. ആ തെങ്ങിൻ്റെ തൈയുടെ ചുവട്ടിലും ഒരു പാവയ്ക്ക കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പാവയ്ക്കയുണ്ട്. ആ തൈയുടെ ചുവട്ടിലും ഉണ്ട് കേട്ടോ. അപ്പോൾ മിക്ക തെങ്ങിൻ തൈയുടെ ചുവട്ടിലുമൊക്കെ പാവയ്ക്ക കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് ഇതെല്ലാം പാവലാണ്. പാവലിൻ്റെ ഇതൊക്കെ പാവയ്ക്കയാണ്. അപ്പം നമുക്ക് ഏകദേശം ഒരു 5-8 പാവയ്ക്ക ഇപ്പോൾ കിട്ടി. ഈ തൈയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വെള്ളരിയും ഒക്കെ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ കൃഷിയും കൂടെ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ. പിന്നെ 2 ദിവസം ഇനി അവധിയുണ്ടല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ കൃഷി എല്ലാം നല്ല രീതിയിൽ നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.